നരകതുല്യമായ അവസ്ഥയിലൂടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം സ്വർഗ്ഗതുല്യമായി മാറുക തന്നെ ചെയ്യും. എത്ര തന്നെ കര കയറണമെന്ന് ആശിച്ചിട്ടും ഒരിക്കലും ഒരു മറുകര കാണുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ കർത്താവായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം സന്തോഷപൂർണ്ണമായി മാറും. നമ്മുടെ ചിന്താവിഷയത്തിൽ എടുത്തു പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വാക്കാണ് സ്വർഗ്ഗരാജ്യം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ ഈ ശൈലി കാണുന്നുള്ളൂ. മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവർ ഇതിന് സമാനമായി ദൈവരാജ്യം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായി സുവിശേഷത്തിൽ മാത്രം ഏകദേശം 50 പ്രാവശ്യവും പുതിയ നിയമത്തിൽ ഏകദേശം 140 പ്രാവശ്യവും ഇത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗരാജ്യം എന്നത് ആത്മീയവും സ്വർഗീയവുമായ ഒരു ഭരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉറവിടം തന്നെ സ്വർഗമാണ്. ദൈവിക രാജ്യത്വം അർത്ഥമാക്കുന്നത് മനുഷ്യരുടെ ഇടയിലുള്ള അഥവാ മനുഷ്യഹൃദയങ്ങളിലെ ദൈവത്തിൻ്റെ ഭരണമാണ്. സ്നാപക യോഹന്നാനും കർത്താവായ യേശുവും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതായിട്ടാണ് പ്രസംഗിച്ചത്. മത്തായി 3-ൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് സ്വർഗീയ രാജാവായ യേശുക്രിസ്തു ഉടൻ തന്നെ വരികയും തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യുവാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നാണ്. 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്നാണ്. യേശു ആ ദേശത്തെത്തിയപ്പോൾ അതുവരെ അവിടെ ഉണ്ടായിരുന്ന ഇരുളിൻ്റെ അവസ്ഥകൾ മാറി ജനം വെളിച്ചം കാണുവാൻ തുടങ്ങി. ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാറ്റം വരത്തക്കവണ്ണം മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും സമ്പൂർണ്ണമായ ഒരു രൂപാന്തരമാണ് മാനസാന്തരം. ദുശ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവവചനവും ദൈവഹിതവും അനുസരിച്ച് ജീവിക്കുക എന്ന അർത്ഥത്തിലാണ് യേശുവും തൻ്റെ ശിഷ്യന്മാരും യോഹന്നാൻ സ്നാപകനും ഈ പദം ഉപയോഗിച്ചത്. വേദപുസ്തകപരമായ യഥാർത്ഥ മാനസാന്തരം ഒരു വ്യക്തിയെ ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള ദുഃഖത്തിലേക്കും അതിൽ നിന്നുള്ള മോചനത്തിനായുള്ള ആഗ്രഹത്തിലേക്കും നയിക്കുന്നു. യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അവങ്കലേക്ക് തിരിഞ്ഞ് അവനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. ആരാണോ യഥാർത്ഥ വിശ്വാസവുമായി മാനസാന്തരപ്പെട്ട് വരുന്നത് അവർക്ക് രക്ഷ ലഭിക്കും. പൂർണ്ണമായ മാനസാന്തരം ഇല്ലാത്ത വ്യക്തിക്ക് ആത്മാർത്ഥ വിശ്വാസം കാണുകയില്ല. അതിനാൽ അവർക്ക് രക്ഷയും ലഭിക്കുകയില്ല. പാപം ഉപേക്ഷിക്കാത്ത ഒരു വ്യക്തിക്ക് രക്ഷയുടെ അനുഭവം ലഭിക്കുകയില്ല. കർത്താവായ ക്രിസ്തു എന്ന മശിഹായെ സ്വീകരിപ്പാൻ കഴിയാത്ത വിധം ഇസ്രായേൽ ജനം പല പാപത്തിലും അവിശ്വാസത്തിലും മുഴുകി ജീവിക്കുകയായിരുന്നു. അതിനാലാണ് അവർ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചത്. ഹൃദയനുറുക്കത്തോടും ഏറ്റുപറച്ചിലോടും കൂടെ തങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുക്കുവാൻ നിങ്ങളും തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇരുളിൻ്റെ അവസ്ഥകൾ മാറി ക്രിസ്തുവാകുന്ന വെളിച്ചം നിങ്ങളിൽ ഉദിക്കുകയും ജീവിതം സ്വർഗ്ഗതുല്യമായി മാറുകയും നിത്യരക്ഷയ്ക്ക് നിങ്ങളും അവകാശികളായി മാറുകയും ചെയ്യും.